എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിന് മെയിൻലി 4 എലമെൻറ്റ്സ് ആണുള്ളത്. ഫോണീം, മോർഫീം, സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ്. ഫോണീം എന്ന് പറയുമ്പം സ്മോളസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ടാണ്. സ്പീച്ച് സൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഇംഗ്ലീഷിലുള്ള സ്പീച്ചിലെ സൗണ്ട്സ് ആണ്. ലെറ്റേഴ്സ് അല്ല, അല്ലാതെ മറ്റേ നമ്മൾ ഫോണറ്റിക്സിൽ അല്ലാതെ ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കത്തില്ലേ, ആ സൗണ്ട്സ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ടാണ്. സ്പീച്ച് സൗണ്ടുകളിലെ ഏറ്റവും ചെറിയ ഡിസ്റ്റിങ്ക്റ്റീവ് യൂണിറ്റിനെയാണ് ഫോണീം എന്ന് പറയുന്നത്. ഫോണീം കഴിഞ്ഞ അടുത്ത ലെവലാണ് മോർഫീം. മോർഫീം എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ടാണ്. സ്പീച്ച് സൗണ്ടിലെ തന്നെ ചെറിയ യൂണിറ്റ് ആണ്, പക്ഷെ അതിന് മീനിങ് ഉണ്ട്, മീനിങ് ഫുൾ ആയിട്ടുള്ള യൂണിറ്റ്. മൂന്നാമത്തത് സിൻടാക്സ്. സിൻടാക്സ് എന്ന് പറയുമ്പം ഓർഗനൈസേഷൻ ഓഫ് വേർഡ്സ് ഇൻ ടു സെൻറ്റൻസസ്, അല്ലെങ്കിൽ ഓർഡർ ഓഫ് വേർഡ്സ് എന്നൊക്കെ പറയാം. ഈ മോർഫീം മീനിങ് ഫുൾ യൂണിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അതിനെ അറേഞ്ച് ചെയ്ത് വെച്ച് വേർഡ്സ് ആക്കി ആ വേർഡ്സിനെ ഒരു സെൻറ്റൻസ് ആക്കുക, അതിനെയാണ് ആ ഒരു സെൻറ്റൻസ് ഓർഡറിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. പിന്നെ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മീനിങ് ആണ്. മീനിങ്ങിനെ കുറിച്ചുള്ള ലാംഗ്വേജിൻ്റെ അതിനെക്കുറിച്ചുള്ള പഠനം, അതാണ് സെമാൻറ്റിക്സ്. ഇതാണ് 4 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ: ഫോണീം, മോർഫീം, പിന്നെ സിൻടാക്സും സെമാൻറ്റിക്സും. ഈ ഫോണറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫോണറ്റിക്സ് എന്ന് പറയുമ്പം സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്. ഈ സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ള പഠനങ്ങളെയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിനെ തന്നെ നമുക്ക് 3 ടൈപ്പായിട്ട് പറയാം: ആർട്ടിക്കുലേറ്ററി ഫൊണറ്റിക്സ്, അക്കൗസ്റ്റിക് ഫൊണറ്റിക്സ്, ഓഡിറ്ററി ഫൊണറ്റിക്സ്. ആർട്ടിക്കുലേറ്ററി എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട് ആർട്ടിക്കുലേഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം ഓർഗൻസ് ഓഫ് സ്പീച്ച് ഇല്ലേ, ഇപ്പം നമ്മുടെ വോക്കൽ കോഡ് ആയാലും ടങ് ആയാലും പിന്നെ മൗത്ത്, ആ ഒരു ഇത്, പിന്നെ അപ്പോൾ അങ്ങനെയുള്ള ടീത്ത്, ഇതെല്ലാം നമ്മുടെ സ്പീച്ച് പ്രൊഡക്ഷൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഓർഗൻസ് ആണ്. അപ്പോൾ അതാണ് ആർട്ടിക്കുലേറ്ററി ഫൊണറ്റിക്സ് എന്ന് പറയുമ്പം സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള പഠനം. ഹൗ ആർ സൗണ്ട്സ് പ്രൊഡ്യൂസ്, ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അത് റിസീവ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആർട്ടിക്കുലേറ്ററി ഫൊണറ്റിക്സ്. അപ്പം സ്പീച്ച് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷനാണ്. ഇനി രണ്ടാമത്തേത് അക്കൗസ്റ്റിക്, ACOUSTIC. അക്കൗസ്റ്റിക് ഫോണറ്റിക്സ് എന്ന് പറയുമ്പം വിത്ത് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ ആർട്ടിക്കുലേറ്ററി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, നമ്മൾ ഇപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓർഗൻസ് ഓഫ് സ്പീച്ച് വെച്ചാണ്, നമ്മുടെ വോക്കൽ കോഡ്, പിന്നെ മൗത്ത്, ടങ്, അതൊക്കെ വരും. അപ്പം അത് കഴിഞ്ഞിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ പിന്നെ എന്താ, ട്രാൻസ്മിറ്റ് ചെയ്യണം, വേറൊരാൾക്ക് അത് കേൾക്കുന്ന രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് അക്കൗസ്റ്റിക് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഈ അക്കൗസ്റ്റിക് ഫോണറ്റിക്സ് നമ്മൾ ഈ സൗണ്ട് ട്രാൻസ്മിഷനാണ്. മൂന്നാമത്തേത് ഓഡിറ്ററി, AUDITORY. ഓഡിറ്ററി ഫോണറ്റിക്സ് എന്ന് പറയുമ്പം റിസപ്ഷൻ അല്ലെങ്കിൽ പെർസെപ്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുന്നത്. നമ്മൾ ഈ സൗണ്ടിനെ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്, ഓഡിറ്ററി ഹിയറിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരാൾ കേൾക്കുന്നത്, സൗണ്ടിനെ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കുലേറ്ററി എന്ന് പറയുമ്പം സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ അക്കൗസ്റ്റിക് എന്ന് പറയുമ്പം സൗണ്ടിൻ്റെ ട്രാൻസ്മിഷൻ, ഓഡിറ്ററി എന്ന് പറയുമ്പം കേൾക്കുന്നത്, റിസീവ് ചെയ്യുന്നത്. എയർ സ്ട്രീം മെക്കാനിസം. എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളുടെ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതിന് ഉള്ളൊരു മെക്കാനിസമാണ്. എയർ സ്ട്രീം മെക്കാനിസം ഈസ് നീഡഡ് ടു പ്രൊവൈഡ് ദ എനർജി റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു എനർജി വേണം. കാരണം ഈ നമ്മൾ ഓർഗൻസ് ഓഫ് സ്പീച്ച് പഠിക്കും, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏതൊക്കെ ഓർഗൻസ് ആണ് വേണ്ടതെന്ന്. അപ്പം എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുമ്പോൾ ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം ഉണ്ട്, ഗ്ലോട്ടാലിക് ഉണ്ട്, വേലാറിക്. പൾമോണിക്, PULMONIC. പൾമോണിക് എന്ന് പറയുമ്പം ആ ഒരു വേർഡിൽ തന്നെ പൾമണറി എന്നൊക്കെ പറയുന്നത് ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഗ്ലോട്ടാലിക്, GLOTTALIC. ഗ്ലോട്ടാലിക് എന്ന് പറയുമ്പം ഗ്ലോട്ടിസുമായിട്ട് റിലേറ്റ് ചെയ്തത്. ഗ്ലോട്ടിസ് ഒരു ഓർഗനാണ്, നമ്മുടെ ത്രോട്ടിൻ്റെ ഒക്കെ അവിടെ ആയിട്ട് വരും ഗ്ലോട്ടിസ്. പിന്നെ വേലാറിക്, VELARIC. അടുത്തത് വേലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ടങ്ങിൻ്റെ ബാക്ക് പോർഷനെയാണ് നമ്മൾ വേലം എന്ന് പറയുന്നത്.
അപ്പം ബാക്ക് ഓഫ് ടങ് അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് വേലാർക്ക്. അങ്ങനെ എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുമ്പം നമ്മളൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് എയർ സ്ട്രീം. ഓർഗൻസ് അല്ല, എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഓർഗൻസ്, ആ ഒരു സിസ്റ്റത്തിനെയാണ് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം, ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസം, വേലാരിക് എയർ സ്ട്രീം മെക്കാനിസം. പൾമോണിക് എന്ന് പറയുമ്പം എയർ സ്ട്രീം എക്സ്പെൽഡ് ഫ്രം ദ ലങ്സ് ഈസ് മോഡിഫൈഡ് ടു ഫോം സ്പീച്ച് സൗണ്ട്സ്. ലങ്ങിൽ നിന്ന് എക്സ്പെൽ ചെയ്ത എയർ സ്ട്രീം, ആ ഒരു ലങ്ങിൽ നിന്നുള്ള എയറിൽ നിന്നും ആ ഒരു എയർ സ്ട്രീമിൽ നിന്നും അതിനെ മോഡിഫൈ ചെയ്ത് അതിൽ നിന്ന് സ്പീച്ച് സൗണ്ട്സ് ഉണ്ടാക്കുന്നതിനാണ് പൾമോണിക് എയർ സ്ട്രീം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഗ്ലോട്ടാലിക് എയർ സ്ട്രീം എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് ഗ്ലോട്ടിസ് ആണ് സൗണ്ടിൻ്റെ ഇനിഷ്യേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഗ്ലോട്ടിസ്, ഫാരിങ്സ് എന്നൊക്കെ, ഈ ഫാരിങ്സും ഗ്ലോട്ടിസും ഒക്കെ ത്രോട്ടിൻ്റെ അവിടെ വരുന്ന ഓർഗൻസ് ആണ്. ഈ ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 വോക്കൽ കോഡിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെയാണ് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. പിന്നെ ലാരിങ്സ് എന്ന് പറയുമ്പം LARYNX, ആഡംസ് ആപ്പിൾ, നമ്മുടെ ഈ നെക്കിൻ്റെ അവിടെ വരുന്നത്. പിന്നെ വേറെ ഒരെണ്ണമാണ് ഫാരിങ്സ്. അപ്പം പിന്നെ ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നതാണ് മറ്റേ ഈ വിൻ പൈപ്പിൻ്റെ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പം അത് ശ്വാസകോശത്തിലോട്ട്, ലങ്സിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി എപ്പിഗ്ലോട്ടിസ് ആണ് അവിടെ. അപ്പം നമ്മുടെ വിൻ പൈപ്പ് അടയും. പിന്നെ അതുപോലെ നമ്മൾ ശ്വസിക്കുമ്പം അത് വീണ്ടും ഓപ്പൺ ആവും. അപ്പോൾ അതാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പം അത് ഗ്ലോട്ടാലിക് എന്ന് പറയുമ്പം ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഗ്ലോട്ടിസുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ക്ലോസ്ഡ് ഗ്ലോട്ടിസ് ആക്ട്സ് ആസ് എ ഇനിഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ വോക്കൽ കോഡിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസ് എന്താണ്, അതാണ് എന്താ ക്ലോസ്ഡ് ഗ്ലോട്ടിസ്. അത് ക്ലോസ് ആവുന്നതും ഓപ്പൺ ആവുന്നതും അനുസരിച്ച് എന്താണ് വോയിസ്ഡും വോയിസ്ലെസ് സൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പം ഈ ഫാരിങ്സിലേക്ക്, ഫാരിങ്സ് എന്ന് പറയുന്നത് ഈ എന്താണ്, അത് നമ്മുടെ ഒരു ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മുകളിലുള്ള ഒരു ഓർഗനാണ്. അപ്പം ഫാരിങ്സിലേക്ക് ഈ എയറിനെ, മറ്റത് നമ്മൾ പറഞ്ഞു പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസത്തിൽ ലങ്സിൽ നിന്നുള്ള എയറിനെ എക്സ്പെൽ ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്ലോട്ടാലിക് എന്ന് പറയുമ്പം ഈ ഗ്ലോട്ടിസ് ൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച്, അത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്നനുസരിച്ച് അവിടുന്ന് ഗ്ലോട്ടിസിൻ്റെ മുകളിലാണ് ഫാരിങ്സ് വരുന്നത്. ഫാരിങ്സിലേക്ക് എയർ എത്തുന്നതാണ്, എക്സ്പെൽ ചെയ്യുന്നതാണ് ഗ്ലോട്ടാലിക് എന്ന് പറയുന്നത്. അപ്പം ഗ്ലോട്ടാലിക്കിൽ ഗ്ലോട്ടിസ് ആണ് എയറിൻ്റെ എന്താണ് ആ മൂവ്മെൻറ്റിനെ തീരുമാനിക്കുന്നത്. പിന്നെ വേലാരിക്കിനകത്ത് ബാക്ക് ഓഫ് ദ ടങ് അല്ലെങ്കിൽ വേലം സെറ്റ്സ് ഇൻ ദ മോഷൻ ഓഫ് ദ എയർ ഇൻ ദ മൗത്ത്. മൗത്തിലേക്ക് എയറിൻ്റെ ആ ട്രാൻസ്മിഷൻ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ വേലം അല്ലെങ്കിൽ ബാക്ക് ഓഫ് ദ ടങ് ആണ്. അതാണ് 3 എയർ സ്ട്രീം മെക്കാനിസം. അപ്പോൾ എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുമ്പം എന്താണ്, നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എനർജി നൽകുന്ന എന്താണ്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് എയർ, അതാണ്. അപ്പോൾ അതനുസരിച്ച് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം, ഗ്ലോട്ടാലിക്കും വേലാർക്കും. പൾമോണിക് ലങ്സിൽ നിന്ന് വരുന്ന എയർ എന്താണ് മുകളിലേക്ക്, അത് വെച്ച് എങ്ങനെയാണ് സ്പീച്ച് സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഗ്ലോട്ടാലിക് എന്ന് പറയുമ്പം ഗ്ലോട്ടിസിൻ്റെ, അത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ അതനുസരിച്ച് ഗ്ലോട്ടിസിൽ നിന്ന് പിന്നെ ഫാരിങ്സിലേക്ക് എയർ മൂവ് ചെയ്യുന്നത്, അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീച്ച് സൗണ്ട്. പിന്നെ 3ആമത്തത് വേലാറിക്, അതെന്ന് പറഞ്ഞാൽ ബാക്ക് ഓഫ് ടങ്ങിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.